പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത്. എന്തിനാണ് ചൊല്ലിയത്? നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 വൃശ്ചികമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന്. ഒന്നെന്താണ്? ഭഗവത്ഗീതാ ദിനമാണ്. ഡിസംബർ 1-ാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട്, തൻ്റെ മുത്തശ്ശന്മാരെ കണ്ട്, തൻ്റെ പിതാക്കളെ കണ്ട് തേർതടിൽ തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ്, ഔഷധമാണ് ഭഗവത്ഗീത. അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത്. യുദ്ധത്തിൽ മുത്തച്ഛനില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി. അതാണ് ഭഗവത്ഗീത. അതിനാൽ നാളത്തെ ദിനം, ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലെ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു. ഏകാദശി വ്രതമെടുക്കുന്നു, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ്. അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവത്തിലില്ല, മിഥുനത്തിലില്ല, കർക്കിടകത്തിൽ വ്യാഴമുണ്ട്, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ഗ്രഹങ്ങളില്ല, തുലാത്തിൽ ബുധനാണ്, 8-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ 2 ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട്. ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. വ്യാഴത്തിന് വക്രിയുമാണ്. അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളെന്ന വിഷയം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശക്തമായി ലഗ്നത്തിൽ സൂര്യനും ചൊവ്വയും ശുക്രനും ഉണ്ട്. 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ചന്ദ്രനും ശനിയും, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ബുധൻ. ഇങ്ങനെയാണ് ഗ്രഹനില. വൃശ്ചിക രാശിക്കാർ ഈ ഒരു വാരം ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ആധാരമെഴുത്ത്, അപ്രകാരം ഫോട്ടോസ്റ്റാറ്റ്, പ്രിൻറ്റിങ് ആയിട്ട് ബന്ധപ്പെടുന്നവർ, വില്ലേജ് ഓഫീസേഴ്സ്, ഇവർക്കൊക്കെ ഈ വാരം അത്ര നല്ലതല്ല. പലപ്പോഴും ചതിക്കപ്പെടുക, ആരെങ്കിലും ഒറ്റ കൊടുത്ത് കാശ് വാങ്ങേണ്ട ഓഫീസറെ പിടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക, പേരുദോഷം വരിക, ഇതൊക്കെ വരും. രേഖ വളരെ സങ്കീർണമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചിലപ്പോൾ രേഖ മറന്നു പോകാം. പക്ഷേ സാമ്പത്തികമായി വളരെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന വാരമാണ്. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം വ്യാഴം അതിശക്തമായി 9-ാം ഭാവത്തിലേക്കുണ്ട്. ലഗ്നത്തിലെ ചൊവ്വയും സൂര്യനും ശുക്രനും വളരെ ശക്തമായി നിലകൊള്ളുന്നു. ഇവിടെ കർമാധിപനും രാശ്യധിപനായ ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു. വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു കരുത്ത് വരുന്ന വാരമാണിതെന്നറിയുക. ഭൗമേന അഖരതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ചൊവ്വയും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ പോരാത്തതിന് ശുക്രനുമുണ്ട്. അതിൽ പല കാര്യങ്ങളിലും നയപരമായ തീരുമാനങ്ങൾക്കപ്പുറത്ത് തൻ്റെ ആ രുചകമഹായോഗം, സാഹസവാൻ, അങ്ങനെ ചിന്തിക്കാതെ പല കാര്യങ്ങളിൽ എടുത്തു ചാടും, കാശുണ്ടാക്കും. ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണ്, വളരെ അനുകൂലമാണ്. അപ്രകാരം വില്ലേജ് ഓഫീസുകൾ അല്ലെങ്കിൽ തഹസിൽദാർ തലത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ കലക്ടർകാർക്ക്, ഭൂമിയുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ വലിയ വലിയ പ്രോജക്റ്റ് അംഗീകാരം നേടിക്കൊടുത്ത് കാശ് വാങ്ങാൻ നല്ലതാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തും കളിക്കുവാൻ നല്ലതാണ്. അനാവശ്യമായ ഒരു സമയത്ത് തങ്ങൾക്കെതിരെ ആരോപണം വന്ന് അതിലൂടെ പേരുദോഷം വരാൻ
പാടില്ല എന്ന് ശ്രദ്ധിക്കുക. മറ്റൊക്കെ നല്ലതാണ്. ഭൂമി വാങ്ങാം, ഭൂമിപരമായ വിഷയത്തിലേക്ക് നല്ലതാണ്. അടുത്തതായി സന്താന വിഷയത്തിന് ഏറ്റവും നല്ലൊരു സമയമാകും. 5-ൽ ചന്ദ്രനാണ്. ഭാഗ്യാധിപനായ ഗ്രഹം സന്താന സ്ഥാനത്തുണ്ട്. അവിടെ സന്താനവതിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അതിനാൽ മുടങ്ങിക്കിടക്കുന്ന സന്താന വിഷയ ചിന്തകളൊക്കെ ആരംഭിക്കാം. അവിചാരിതമായി രണ്ടാമതൊരു സന്താനമൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ചികിത്സ ചെയ്ത് മാനസികമായി തകർന്നിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട്, അന്നത്തെ ചികിത്സത്തിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന വാരമാണിതെന്നറിയുക. എടുത്തു ചാടാതെ നോക്കിയാൽ ഈ വാരം വളരെ അനുകൂലമാണ് വൃശ്ചിക രാശിക്കാർക്ക് എന്ന് പറയട്ടെ. നന്ദി, നമസ്തേ.